ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അയോധ്യാകാന്ഡമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദശരഥ മഹാരാജാവിനെ കാണുന്നില്ല. എല്ലാവരും അന്വേഷിക്കുന്നു. ബന്ധുക്കളും മിത്രങ്ങളും രാജാക്കന്മാരും എല്ലാവരും ചെന്ന് സുമന്ത്രരോട് പറഞ്ഞു, വേറെ ആരും അന്തഃപുരത്തിൽ കടക്കുകയില്ല, അങ്ങ് വേഗം ചെന്ന് അറിയിക്കൂ. സാമന്ത രാജാക്കന്മാരെല്ലാം ഗോപുരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദേവന്മാരെല്ലാം രാമാഭിഷേകത്തിന് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് താമസം? സുമന്ത്രൻ അന്തഃപുരത്തിൽ ചെന്നു നോക്കുമ്പോൾ രാജാവ് തളർന്ന് ഭൂമിയിൽ കിടക്കുകയാണ്. സുമന്ത്രർ പറഞ്ഞു, മഹാരാജൻ പുറപ്പെടൂ. രാമൻ്റെ അഭിഷേകത്തിന് മുഹൂർത്തമായി. 100 കണക്കിന് രാജാക്കന്മാർ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട്. താമസിക്കരുതേ, പുറത്തേക്ക് എഴുന്നള്ളണമേ. രാജാവ് പറഞ്ഞു, മിത്രമേ, അങ്ങേക്ക് കാരണം അറിയില്ല. കൈകേയി എന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അധമയായ റാണി എൻ്റെ ഹൃദയം പിളർന്നിരിക്കുന്നു. അവൾക്ക് കൊടുത്ത സത്യപ്രതിജ്ഞയിൽ ഞാൻ സ്വയം ബന്ധിതനായിരിക്കുകയാണ്. വേഗം ചെന്ന് രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. ഞാനും അങ്ങും രാമനും നമ്മൾ 3 പേരും കൂടി ആലോചിക്കാം. അപ്പോൾ കൈകേയി പറഞ്ഞു, ചെല്ലൂ സുമന്ത്രരെ, രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. സുമന്ത്രൻ തേരുമായി ചെന്നു. രഘുപതി രാമൻ തയ്യാറായിരിക്കുന്നു. സുമന്ത്രൻ രഥം പുറത്തു നിർത്തിയിട്ടു. അകത്ത് കടന്നു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മഹാരാജാവ് കൈകേയിയുമായി അന്തഃപുരത്തിൽ വെച്ച് കാര്യാലോചന നടത്തുകയാണ്. അവിടുത്തെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ എന്നെ അയച്ചിരിക്കുന്നു. സുമന്ത്രൻ ഏറ്റവും അടുത്ത മിത്രമാണ്. രാമൻ അദ്ദേഹത്തിന് ഇരിപ്പിടം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ്റെ ആജ്ഞ ഞാൻ ശിരസാ വഹിക്കുന്നു. വേഗം തന്നെ പുറപ്പെടാം. പോകുന്ന സമയത്ത് രാമൻ സീതയോട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ എന്താണോ തീരുമാനിക്കുന്നത് അത് നമുക്ക് അനുസരിക്കാം. ശ്രീരാമൻ ഭവനത്തിന് പുറത്തു വന്നു. 4 ദിക്കിലും ജനങ്ങൾ കൈകൂപ്പി നിൽക്കുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും തേരിൽ കയറി. രഘുപതി അന്തഃപുരത്തിലെത്തി അച്ഛനെ വന്ദിച്ചു. ലക്ഷ്മണൻ അല്പസമയം പുറത്തു നിന്നു. രാമൻ അകത്ത് കടന്നു. അച്ഛൻ നിലത്ത് കിടക്കുന്നു. കൈകേയി അടുത്തു തന്നെയുണ്ട്. രാമൻ ചോദിച്ചു, അമ്മേ, എന്താണ് അച്ഛൻ വിഷമിച്ച് നിലത്തു കിടക്കുന്നത്? കോപിച്ചിരിക്കുകയാണെങ്കിൽ പോലും സാധാരണ എന്നെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കും. ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കുന്നു പോലുമില്ല. പിതൃപാദങ്ങളിൽ ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? ഒന്നും പറയുന്നില്ലല്ലോ. ഭരതനും ശത്രുഘ്നും ഇവിടെയില്ല. അമ്മാത്തേക്ക് പോയിട്ട് വളരെ കാലമായ ദുഃഖം കൊണ്ടാണോ അച്ഛൻ വിഷമിച്ചിരിക്കുന്നത്? അച്ഛൻ്റെ പ്രിയറാണിയായ അവിടുത്തേക്ക് എല്ലാം അറിയാമല്ലോ. അച്ഛനൊന്നും പറയാത്തതുകൊണ്ട് അമ്മ പറയൂ, അച്ഛൻ്റെ എന്താജ്ഞയാണ് ഞാൻ പാലിക്കേണ്ടത്? അമ്മയുടെ വാക്കിലൂടെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ അറിയട്ടെ. ഇപ്രകാരം ശ്രീരാമൻ പറഞ്ഞപ്പോൾ കൈകേയി നിഷ്ഠൂര ഹൃദയയായി പാപചിന്തയോടെ പറഞ്ഞു തുടങ്ങി, അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചപ്പോൾ എനിക്ക് വരം തരാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ആ വരങ്ങളൊന്നും തന്നെ ചോദിച്ചില്ല. ഇപ്പോൾ ഞാനത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു വരം കൊണ്ട് ഭരതനെ രാജാവാക്കണം. പിന്നെ ഒരു വരം കൊണ്ട് രാമൻ വനവാസത്തിന് പോകണം. 2 വരങ്ങൾ തന്ന് എൻ്റെ കടം വീട്ടിയാലേ അച്ഛൻ്റെ സത്യം പാലിക്കാൻ പറ്റുകയുള്ളൂ. ശിരസിൽ ജടയണിഞ്ഞ് നീ 14 വർഷം ഫലമൂലങ്ങൾ തിന്ന് കാട്ടിൽ ജീവിക്കണം. രാമൻ
പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അമ്മയുടെ വാക്കനുസരിച്ച് ഞാനിതാ വനത്തിലേക്ക് പോകുന്നു. അമ്മയുടെ ആജ്ഞ ലംഘിച്ച് അച്ഛൻ പറയുന്ന കാര്യം പോലും ഞാൻ ചെയ്യുന്നത് ഉചിതമല്ല. അച്ഛൻ്റെ കാര്യം നടക്കട്ടെ, അമ്മ കൽപ്പിക്കൂ. ആ കൽപ്പനയാണ് ഏറ്റവും വലുത്. വരം തരാമെന്ന് അച്ഛൻ പറഞ്ഞത് അമ്മയ്ക്ക് പ്രീതി വരും വിധം നടക്കണം. ഞാൻ വനത്തിൽ ചെന്ന് 14 വർഷം വസിക്കാം. ഭരതനെ ഉടൻ തന്നെ നാട്ടിലേക്ക് വരുത്തൂ. ഭരതൻ രാജാവാകുന്നത് എനിക്ക് സന്തോഷമാണ്. അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ധനവും ജനവും രാജ്യവും ഐശ്വര്യവുമെല്ലാം ഭരതന് ലഭിക്കട്ടെ. കൈകേയി പറഞ്ഞു, നീ ആദ്യം വനത്തിലേക്ക് പോവുക, എന്നിട്ടേ ഭരതൻ ഇങ്ങോട്ട് വരികയുള്ളൂ. ഞാൻ പറയുന്നതിൽ കോപം തോന്നരുത്. ശിരസിൽ ജടയണിഞ്ഞ് നീ ഇപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെടുക. ദശരഥ മഹാരാജാവ് തലകുനിച്ച് ഇത് കേട്ടുകൊണ്ടിരുന്നു. എന്തു പറയാൻ, കൈകേയിക്ക് ഭയമോ ലജ്ജയോ ഇല്ല. രാമൻ കൈകേയിയെ ആശ്വസിപ്പിച്ചു. അമ്മേ, ഞാനിതാ പുറപ്പെടുകയായി. സീതയെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കണം. അത്രയും സമയം അമ്മ ക്ഷമിക്കണം. മഹാരാജാവ് വിഷാദമഗ്നനായി നിലത്ത് കിടന്നുകൊണ്ട് രണ്ടുപേരുടെയും സംഭാഷണം സ്വപ്നത്തിലെന്ന വണ്ണം കേട്ടു. രാമൻ അച്ഛൻ്റെ പാദങ്ങളിൽ വന്ദിച്ചു. ദശരഥൻ ആനന്ദം മുഴുവൻ നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു. അച്ഛനെ വന്ദിച്ചിട്ട് രാമൻ പുറത്തിറങ്ങി. രാമൻ പുറത്തു വന്ന് ലക്ഷ്മണൻ്റെ അടുത്തെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. പിന്നീട് കൗസല്യയുടെ കൊട്ടാരത്തിലെത്തി. അമ്മ ദേവപൂജ നടത്തുന്നു. പൂജ പൂർത്തിയാകുന്നിടം വരെ രാമൻ കാത്തുനിന്നു. അതിനുശേഷം മാതൃപാദങ്ങളിൽ വന്ദിച്ചു. റാണി പരമാനന്ദത്തോടു കൂടി ആശീർവദിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ നിനക്ക് രാജ്യം നൽകി. എല്ലാ മംഗളങ്ങളും ഐശ്വര്യങ്ങളും നിനക്ക് ഭവിക്കട്ടെ. നാനാവിധ സുഖാനുഭവങ്ങളോടുകൂടി ചിരഞ്ജീവിയായി ഇരിക്കട്ടെ. രാജാവായി ചിരകാലം ഭൂമി വാഴുക. ശ്രീരാമൻ അമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. വിവരങ്ങൾ കേട്ടപ്പോഴേ കൗസല്യ തളർന്നുപോയി. എങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് ഇത് വിധിയാണ് എന്ന് കൗസല്യ ആശ്വസിച്ചു. സുമിത്രാനന്ദനായ ലക്ഷ്മണന് കോപം സഹിക്കാൻ കഴിയുന്നില്ല. കോപിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു, അനുജ, നിന്റെ ബുദ്ധി ശരിയല്ല. രാജ്യം ഏറ്റെടുക്കാൻ നിനക്ക് ഇത്രമാത്രം ഉത്സാഹമുണ്ടോ? അത്രയ്ക്ക് ഉത്സാഹം എല്ലാവർക്കുമുണ്ട്. വനത്തിലേക്ക് പോകുവാൻ ചെറിയമ്മ പറഞ്ഞതിൽ യാതൊരു ദോഷവുമില്ല. മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട. എല്ലാം വിധിയുടെ നിശ്ചയമാണ്. ഭരതൻ ഇതറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന ഒരേ ഒരു ദുഃഖം മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുമിത്രാനന്ദന് കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ വീണ്ടും പറഞ്ഞു, ഭരതന് ഒരു ദോഷവുമില്ല. ഭരതൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അകാരണമായി ഭരതനിൽ ആരും തന്നെ ദോഷം ആരോപിക്കരുത്. വിധിയുടെ നിശ്ചയങ്ങൾക്ക് ഭരതൻ എന്തു പിഴച്ചു? രഘുപതി ഈ വിധം അമ്മയെയും അനുജനെയും ആശ്വസിപ്പിച്ചു.
അമ്മയോട് വീണ്ടും അപേക്ഷിച്ചു. അനുവാദം തരൂ അമ്മേ, ഞാൻ ഇന്നു തന്നെ വനത്തിൽ പോകട്ടെ. കൗസല്യ കണ്ണുനീരോടുകൂടി പറഞ്ഞു, എന്നാണിനി ഞാൻ നിന്നെ കാണുന്നത്? കൗസല്യ ആരാധനയിൽ നിന്നും കിട്ടിയ മന്ത്രങ്ങൾ തന്നെ രാമനു വേണ്ടി ജപിച്ചു. കാട്ടിൽ 14 വർഷം സുഖമായിരിക്കട്ടെ, അഷ്ടദിക്പാലകന്മാർ തുണയായിരിക്കട്ടെ, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാവരും തന്നെ സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും എൻ്റെ പുത്രനെ രക്ഷിക്കട്ടെ. ഞാൻ 14 വർഷം കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും കാണാം മകനെ. ഇങ്ങനെ പറഞ്ഞ് കൗസല്യാദേവി നിലവിളിച്ചു. അമ്മയെ നമസ്കരിച്ചു. രാമൻ വിടവാങ്ങി. പിന്നെ ലക്ഷ്മണനോടുമൊത്ത് സീതയോട് ഈ വിവരം ധരിപ്പിക്കാനായി പോയി. സീതേ, എൻ്റെ കർമ്മദോഷം നിമിത്തം കൈകേയി ചെറിയമ്മയുടെ വാക്കനുസരിച്ച് ഞാൻ ഇന്ന് വനവാസത്തിന് പോവുകയാണ്. അച്ഛൻ കൈകേയി ചെറിയമ്മയ്ക്ക് കൊടുത്ത സത്യം പാലിക്കപ്പെടണം. രാജ്യം ഭരതന് നൽകുകയാണ്. 14 വർഷം ഞാൻ വനവാസത്തിന് പോവുകയാണ്. അതുവരെ നീ എപ്പോഴും അമ്മയെ ശുശ്രൂഷിക്കണം. ജാനകി പറഞ്ഞു, സുഖമായിരിക്കുന്ന കാലത്ത് നിരാശ. ഭർത്താവിൻ്റെ കൂടെയല്ലാതെ സ്ത്രീക്കെന്ത് ഗൃഹവാസം? എൻ്റെ പരമഗുരുവും ഈശ്വരനുമെല്ലാം അവിടുന്നാണ്. അമ്മയെപ്പോലെ ഞാനും ജീവിക്കും. ഭർത്താവല്ലാതെ സ്ത്രീകൾക്ക് മറ്റൊരു ഗതിയുമില്ല. ഭർത്താവ് ജീവിച്ചാൽ ജീവിക്കും, മരിച്ചാൽ മരിക്കും. പ്രാണനാഥ, എന്തിനാണ് ഒറ്റയ്ക്ക് വനവാസത്തിന് പോകുന്നത്? വനവാസം 2 പേർക്കും കൂടിയാകട്ടെ. ഞാൻ ദാസിയായി കൂടെ വരാം. വനത്തിൽ പലമാതിരി ക്ലേശങ്ങളുമുണ്ടാകും. ദാസിയായി ഞാൻ കൂടെയുണ്ടെങ്കിൽ ദുഃഖം സഹിക്കാൻ കഴിയും. അങ്ങയുടെ പരിചരണത്തിൽ സുഖവും ദുഃഖവും എനിക്ക് തുല്യമാണ്. ശ്രീരാമൻ പറഞ്ഞു, സീതേ, വിഷമസ്ഥലമാണ് ദണ്ഡകവനം. രാക്ഷസന്മാരും സിംഹവും വ്യാഘ്രവും നിറഞ്ഞ കാട്ടിലേക്ക് ബാലികയായ ദേവി എന്തിനു പുറപ്പെടണം? അന്തഃപുരത്തിൽ വിവിധ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുക. ഫലമൂലങ്ങൾ തിന്ന് കാട്ടിൽ കഴിയുന്നതെന്തിന്? മൃദുശയ്യയിൽ കിടന്നാണ് ദേവിക്കു ശീലം. കോമളപാദങ്ങൾ കുശമുനകൾ കൊണ്ട് മുറിയും. വനത്തിൽ നാം തമ്മിൽ ഒരു പൊരുത്തവും ഉണ്ടാവുകയില്ല. 14 വർഷം കഴിഞ്ഞാൽ പിന്നെ സുഖമായി നമുക്ക് ജീവിക്കാമല്ലോ. മനസ്സ് വിഷമിപ്പിക്കരുത്, മനസ്സ് ശാന്തമായി വെക്കണം. ദുഃഖം കൊണ്ടും കോപം കൊണ്ടും ദേവിയുടെ ചുണ്ടുകൾ വിതുമ്പി. സീത പറഞ്ഞു, അങ്ങനെ പറയരുതേ. അങ്ങയുടെ കൂടെ വസിക്കുമ്പോൾ മെയ്യിൽ പൊടി പുരണ്ടാൽ പോലും അതെനിക്ക് അകിലും ചന്ദനവും പൂശിയതുപോലെയാണ്. അങ്ങയോടൊത്ത് മരച്ചുവട്ടിൽ കിടന്നാലും എനിക്ക് സ്വർഗധാമത്തിൽ കിടക്കുന്നതിന് തുല്യമാണ്. ഭർത്താവിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹമാണ്. ആ കടമ നിർവഹിക്കാൻ അങ്ങെന്നെ അനുവദിക്കണം. ശ്രീരാമൻ പറഞ്ഞു, ദേവിയുടെ മനസ്സ് ഞാൻ അറിഞ്ഞു. ദേവിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, രാജധാനിയിൽ താമസിച്ചുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കണം. ദാസന്മാരെയും ദാസിമാരെയും പരിപാലിക്കണം. രാജ്യം നേടുന്നതിന് ഒരിക്കലും മോഹിക്കരുത്.
ഞാൻ പോകുന്നതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ദുഃഖം നിന്റെ മുഖം കണ്ട് ഇല്ലാതാകണം. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. ഇങ്ങനെ കണ്ടാൽ എല്ലാ ശോകത്തിനും നിവാരണമായി. ലക്ഷ്മണൻ മറുപടി പറഞ്ഞു, ഞാൻ മുമ്പിൽ നടക്കാം. അനുചരനായി ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ എന്നത് എനിക്കറിയാം. അതുകൊണ്ട് ജ്യേഷ്ഠൻ സീതാദേവിയുമൊത്ത് വനത്തിൽ അലയുമ്പോൾ ഞാൻ രാജധാനിയിൽ കഴിയുന്നത് എങ്ങനെ? അനുചരൻ കൂടെയുണ്ടെങ്കിൽ ദുഃഖം രണ്ടുപേർ പങ്കിടുമല്ലോ. രാജകുമാരിയായി വളർന്ന സീതാദേവിക്ക് ദുഃഖങ്ങൾ അനുഭവിച്ച് ശീലമില്ല. ഭൃത്യനില്ലെങ്കിൽ ദേവിക്ക് കൂടുതൽ ദുഃഖം തോന്നും. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, വനത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചെങ്കിൽ വില്ലും അമ്പും ആവനാഴിയും എടുത്തുകൊള്ളുക. വിഷമം സൃഷ്ടിക്കുന്ന രാക്ഷസന്മാർ വനത്തിലുണ്ട്. അതിനാൽ യുദ്ധത്തിൽ വിജയിക്കത്തക്ക വിധം ആയുധങ്ങൾ ധരിക്കുക. ജ്യേഷ്ഠൻ്റെ ആജ്ഞ കിട്ടിയപ്പോൾ ലക്ഷ്മണൻ വിശിഷ്ടങ്ങളായ ബാണങ്ങൾ സംഭരിച്ചു. രാമൻ അപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഭണ്ഡാരത്തിലുള്ള ധനങ്ങൾ ഉപേക്ഷിച്ചേക്കുക. ഇനി ധനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതിനാൽ ദാനത്തിന് പാത്രങ്ങളെ വിളിച്ചു വരുത്തുക. ബ്രാഹ്മണർക്കും ഋഷികൾക്കും പുരോഹിതന്മാർക്കുമായി ധനമെല്ലാം ദാനം ചെയ്യുക. ശേഷം ശ്രീരാമൻ മധുരവചനങ്ങൾ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. എന്നെക്കുറിച്ചോർത്ത് ആരും ദുഃഖിക്കരുത്. അനുജൻ ഭരതൻ എല്ലാവരെയും പരിപാലിക്കും. ഭരതന് ഒരു ദോഷവുമില്ല. ഭരതൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ദാനം ആരംഭിച്ചു. തൻ്റെ പക്കലുള്ള ധനം മുഴുവൻ ദരിദ്രർക്കും ബ്രാഹ്മണർക്കും വൃദ്ധർക്കുമായി ദാനം ചെയ്തു. ഈ വിധം എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് രാമനും സീതയും അനുജനായ ലക്ഷ്മണനും വനവാസത്തിന് തയ്യാറെടുക്കുന്നു. ഹരികൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായോ കഥയൊക്കെ? എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. നാമം ചൊല്ലണം. അതുപോലെ മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് തന്നെ പറയണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറയണം. ഇതിനു മുമ്പ് ഓരോ ഭാഗങ്ങളും കേട്ടിട്ടില്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് കേൾക്കണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ രാമായണം വായിക്കാൻ ആഗ്രഹിക്കുകയും കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. എല്ലാവരും രാമനാമം ജപിക്കട്ടെ, കഥകൾ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതും കൂടെ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഇങ്ങനെ പറയുന്നത് കേൾവിക്കാർക്ക് താല്പര്യമുണ്ടെങ്കിലേ കഥ പറയാനായിട്ട് പറയുന്ന ആൾക്കൊരു താല്പര്യം തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം കേൾവിക്കാരുടെ എണ്ണം ആദ്യത്തേതിൽ നിന്നും കുറയുന്നുണ്ട്. പലർക്കും ബോറടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ചൊല്ലുക. ഹരേ കൃഷ്ണ.